ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കയ്പ്പക്ക മുട്ടക്കറി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതും കയ്പ്പ് ഒട്ടുമില്ലാതെ വളരെ സ്വാദിഷ്ടമായ രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ഇവിടെ 2 കയ്പ്പക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഇപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. ഒരു 3/4% പാകമായാൽ മതിയാകും. ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ശേഷം വേവിച്ചെടുത്ത കയ്പ്പക്ക ഒരു അരിപ്പിലേക്ക് ചേർത്ത് കൊടുത്ത് വാർത്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് നാളികേരം, 1/2 ടീസ്പൂൺ പെരുംജീരകം എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത് വറുത്തെടുക്കാം. പിന്നെ ചെറിയ തീയിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. അങ്ങനെ നാളികേരം വറന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും കോരി മാറ്റാം. അടുത്തതായി ഞാനിവിടെ ഒരു കടായി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. കടായി ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് ചൂടാക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും പൊട്ടി വരുമ്പോൾ 3 പച്ചമുളക് നടുക്കേറിയത്, 9 ചുവന്നുള്ളി എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചേരുവകളെല്ലാം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കനം കുറഞ്ഞ് അരിഞ്ഞ ഒരു സബോള ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. സബോള ഇതുപോലെ വഴന്നു വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിളക്കി വറുത്തെടുക്കാം. ഇപ്പോൾ മസാലകളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞെടുത്ത 1 തക്കാളി ചേർത്തിളക്കി വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ചെടുത്ത കയ്പ്പക്ക ചേർത്ത് നന്നായി ഇളക്കിക്കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ചേരുവകളെല്ലാം ചേർന്ന് വന്നിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നെല്ലിക്ക വലിപ്പമുള്ള വാളൻപുളി 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്തെടുത്ത് അരിച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുഴുങ്ങിയെടുത്ത കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് നേരത്തെ വറുത്തെടുത്ത നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആ ബൗളിൽ തന്നെ കുറച്ച് വെള്ളം ചേർത്ത് ചാലിച്ചെടുത്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തിളച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കയ്പ്പക്ക കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതും ഒട്ടും കയ്പില്ലാതെ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്.
പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.